വെൽക്കം ബാക്ക്. എറണാകുളം പറവൂർ സ്വദേശിനായ വയോധികയെ ആലപ്പുഴയിൽ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയമെന്ന വാർത്തകൾ വരുന്നു. ഇപ്പോൾ സംശയം ഉള്ള ഇടത്ത് ആ കുഴി അത് തുറന്നു പരിശോധിക്കുകയാണ് പോലീസ് ഉള്ളത്. നമുക്ക് ഒടുക്കം ലഭിക്കുന്ന വിവരം, കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് വയോധികയായ സുഭദ്രയെ കാണാതാകുന്നത്. 7-ാം തീയതി മകൻ പരാതിപ്പെടുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ വയോധിക ഈ പറയുന്ന കാട്ടൂർ കൊർത്തശ്ശേരി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് റേഞ്ചിന്റെ മൊബൈൽ ടവർ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു. പിന്നീട് അങ്ങോട്ട് വയോധികയെക്കുറിച്ച് ഒരു വിവരവുമില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കോർത്തശ്ശേരിയിൽ ഒരു വാടക വീട്ടിൽ ഒരു കുഴിയെടുത്ത് അവിടെ കുഴിച്ചുമൂടിയെന്ന സംശയം വരുന്ന ആ കുഴി തുറന്ന് പരിശോധിക്കുകയാണ്. ആ വാടക വീട്ടിൽ താമസിച്ചിരുന്നത് മാത്യൂസ് എന്ന് വിളിക്കുന്ന നിതിനും ഭാര്യയുമായിരുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ നിതിൻ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് കുഴിവെട്ടാൻ സഹായിച്ചൊരു സഹായി കൂടി കസ്റ്റഡിയിലുണ്ട്. പക്ഷേ കൂടെ താമസിച്ച പെൺസുഹൃത്തോ ഭാര്യയാണെന്ന കാര്യത്തിൽ ഔദ്യോഗികമായി വ്യക്തതയില്ല. അവർ ഇപ്പോൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ കുഴിയെടുത്ത ആളോട് നിതിൻ പറഞ്ഞത് വേസ്റ്റ് ഒക്കെ മൂടാൻ വേണ്ടി ഒരു കുഴി കുഴിക്കണമെന്നാണ്. അങ്ങനെയാണ് അയാൾ കുഴി കുഴിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കുഴിയിൽ ഒരു വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന സംശയമാണ് ഉള്ളത്. അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സുഭദ്ര ഇതിനു മുമ്പും അവിടെ ഒരു തവണ വന്നിട്ടുണ്ട് എന്ന് അവിടെയുള്ള ഒരു പരിസരവാസി പറയുന്നു. അപ്പോൾ സുഭദ്രയും മാത്യൂസും തമ്മിൽ, ഇവരെ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ബന്ധം എന്താണ്? എന്തിന് കൊലപാതകം നടത്തി? 4-ാം തീയതി മുതൽ കാണാതായാൽ 8-ാം തീയതി എന്തിന് ആലപ്പുഴയിലെത്തി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നതിനപ്പുറത്തേക്ക് കൊന്നു കുഴിച്ചുമൂടി എന്ന കാര്യത്തിൽ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ മനീഷ് മഹിബാൽ സംഭവ സ്ഥലത്ത് ചേർന്നു. മനീഷ്, കുഴി തുറന്ന് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടോ? ഈ സുഭദ്രയും മാത്യൂസും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ പരിചയത്തിലാകുന്നതിനടക്കമുള്ള വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ, പുതിയ അപ്ഡേറ്റ്സുകൾ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? സുഹേൽ, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 15 മിനിറ്റ് സമയമായി കുഴി തുറന്ന്, അതായത് മണ്ണ് മാന്തിയുള്ള പരിശോധന ആരംഭിച്ചിട്ട് ഇവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന ജിതിൻ എന്ന പേര്, അതായത് മാത്യൂസ് എന്നറിയപ്പെടുന്ന ജിതിൻ ഇങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, കാരണം പോലീസ് എല്ലാവിധ സന്നാഹങ്ങളുമായിട്ടാണ് ഇവിടെ വന്ന് ഈ പരിശോധന നടത്തുന്നത്. അസിസ്റ്റന്റ് ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ട്, റവന്യൂ അധികൃതരുണ്ട്, വിരലടയാള വിദഗ്ധരുണ്ട്, അങ്ങനെയുള്ള ഫോറൻസിക്സ് ടീമുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ ടീം അംഗങ്ങളുമായിട്ടാണ് പോലീസ് സംഘം. ഒപ്പം തന്നെ ആലപ്പുഴയിലെ മണ്ണഞ്ചേരി മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർമാർ, ആലപ്പുഴ DYSP തന്നെ നേരിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ വിദഗ്ധമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ചെറിയ തെളിവുകൾ പോലും, ചെറിയ കാര്യങ്ങൾ പോലും ഉണ്ടെങ്കിൽ അത് ശേഖരിച്ച് വെക്കണം. ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ ലഭിക്കുന്നത് മുടിയോ അല്ലെങ്കിൽ മറ്റ് വസ്ത്രങ്ങളുടെ എന്തെങ്കിലും ഭാഗങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സൂക്ഷ്മമായ പരിശോധന വേണം ഈ 2-ാം ഘട്ടത്തിൽ നടത്തേണ്ടത്. ആദ്യ ഭാഗം എന്ന രീതിയിൽ ഈ പുറമേയുള്ള മണ്ണ് മാന്തി, ഇനിയുള്ളത് ഈ ഡെഡ് ബോഡി എവിടെ വേണമെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം. കാരണം അത്രത്തോളം ആഴം ഇതിനുണ്ടായിരുന്നു. ഇനിയുള്ള സ്ഥലത്ത് പോലീസ്, നിലവിൽ നമുക്ക് ആ പരിശോധനയുടെ ദൃശ്യങ്ങൾ നേരിട്ട് കാണാമെങ്കിൽ നമുക്ക് മനസ്സിലാകും. വളരെ സാവധാനമാണ് ഓരോ മമ്മട്ടിക്കും ഓരോ മണ്ണ് വളരെ മെല്ലെയാണ് അത് മാറ്റി, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങളിലെ ചെറിയ സാധന സാമഗ്രികളിലോ ഇവർ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വിട്ടു പോകാതെ തന്നെ ശേഖരിക്കേണ്ടതുള്ളത് കൊണ്ടാണ്, അതെല്ലാം കൃത്യമായി എടുക്കേണ്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവർ തമ്മിലുള്ള ഈ വീട്ടിൽ താമസിക്കുന്ന ജിതിനുമായി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം, അതായത് രക്തബന്ധമില്ല, പക്ഷേ ഇവരുടെ വിവാഹത്തിലേക്കടക്കം നയിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, സ്ത്രീയാണ് ഈ വയോധിക 73-കാരി ഈ സുഭദ്ര എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പോലീസിൽ ഇത് കൊലപാതകമാണ്, അല്ലെങ്കിൽ ഇതിൽ ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് ഏറ്റവും നിർണായകമായത് ഇവർക്ക് പോലീസ് സംഘത്തിൽ ലഭിച്ച ഒരു CCTV ദൃശ്യമാണ്. അതായത് നമ്മൾ നിലവിൽ ഈ പരിശോധന നടത്തുന്ന വീടിൻ്റെ സമീപത്തെ ഒരു വീട്ടിൽ, അവിടെ പോലീസ് കഴിഞ്ഞ മാസം പോലീസിന് ആ വീട്ടിൽ നിന്ന് ലഭിച്ച ഏതാനും ചില CCTV ദൃശ്യങ്ങളിൽ നിന്നും അവിടെ ഒരു രാത്രി പുലർച്ചെ, അതായത് ഒരു പുലർച്ചെ ഈ വീട്ടിൽ താമസിച്ച ജിതിനും ജിതിൻ്റെ ഭാര്യയും വീട്ടിലെ എല്ലാ സാധന സാമഗ്രികളും ഈ വീട്ടിലെ മറ്റ് ഉടുക്കാനുള്ള വസ്ത്രങ്ങളടക്കം ഒരു ബാഗിലാക്കി രാത്രിയിൽ ആരും കാണാതെ ഈ വീട്ടിൽ നിന്നും പോകുന്ന മനീഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അടിമുടി ദുരൂഹമാണ്. കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. കഴിഞ്ഞ മാസം 8-ാം തീയതി അതിന്റെ അന്വേഷണത്തിൽ സുഭദ്രയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പറയുന്ന സ്ഥലത്ത് സുഭദ്ര എത്തിയെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് സുഭദ്രയ്ക്ക് എന്ത് സംഭവിച്ചെന്നതിൽ വ്യക്തതയില്ല. കൊന്നു കുഴിച്ചുമൂടി എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം. അതിന്റെ ഭാഗമായി കുഴി തുറന്നുള്ള പരിശോധന. അതിനപ്പുറത്തേക്ക് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപത്ത് നിന്ന് CCTV ദൃശ്യങ്ങളിൽ സകലതും എടുത്തുപെറുക്കി ഈ പ്രതിയും അയാളുടെ ഭാര്യ എന്ന് സംശയിക്കുന്ന യുവതിയും രക്ഷപ്പെട്ട് കളഞ്ഞു എന്നൊരു സംശയം കൂടിയുണ്ട്. ഇതിൽ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഭാര്യ ഒളിവിലാണ്. ഒപ്പം കുഴിവെട്ടാൻ സഹായിച്ച ആളും കസ്റ്റഡിയിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വാർത്തയിലേക്ക് തിരികെ വരാം.